ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനെ പഴം നുള്ളിയിട്ടത് എന്നൊക്കെ വിളിക്കാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതേപോലുള്ള പഴം 2 എടുക്കണം കേട്ടോ. പിന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. എല്ലാതും ഇതേപോലെ നൈസാക്കി കട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മൈദപ്പൊടി 2 ഗ്ലാസ്, ഗോതമ്പ് പൊടി 2 ഗ്ലാസ്, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ എന്നിവയെല്ലാം ചേർക്കുക. പിന്നെ ഉപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ഒരു പിഞ്ചിട്ടാൽ മതി, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ ഇതിലേക്ക് ചിരണ്ടി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ നന്നായി എല്ലാം ഉടച്ചെടുത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, ഓവർ ആവണ്ട. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കണം. ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്താൽ ഇതേപോലെ ഒരു തിക്ക് ബാറ്ററായി കിട്ടും. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഫ്ലേവറബിൾ ഓയിൽ വേണ്ട, സാദാ ഓയിൽ മതി. പിന്നെ എണ്ണ ചൂടായി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുക്കണം. സ്പൂൺ കൊണ്ട് ഇടാൻ പറ്റാത്തവർക്ക് കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് സ്പൂൺ ഉപയോഗിച്ചത്. പിന്നെ അതിന് ശേഷം ഉള്ളതൊക്കെ ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗമായതിൻ്റെ ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പഴം നുള്ളിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.